ഇറങ്ങടി ഇങ്ങോട്ട്. കാർ ഒതുക്കി നിർത്തിക്കൊണ്ട് ദക്ഷയെ പുറത്തേക്ക് വലിച്ചിറക്കി ഇന്ദ്രൻ. അവൾ അവനെ രൂക്ഷമായി നോക്കിയെങ്കിലും മറുപടിയൊന്നും കൊടുത്തിരുന്നില്ല. അവളുടെ നാവിന് ബലമില്ലാത്ത പോലെ. വർമ്മയും ഭാമയും മാളുവും തീർത്തയും അടക്കം ഇന്ദ്രൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുവരുന്ന ദക്ഷ എല്ലാവരും വെറുപ്പോടെയാണ് നോക്കിയത്. മാളു മാത്രം ആരും കാണാതെ മുഖത്തെ വിയർപ്പൊപ്പി ചുറ്റും നോക്കുന്നുമുണ്ട്. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടേക്ക് പിടിച്ചുകൊണ്ടുവന്നത്? എനിക്ക് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. അക്ഷയ് സീരിയസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അവൻ്റെ കാര്യം എന്തായെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളുടെ വിചാരണയ്ക്ക് തയ്യാറാകാം. ചുറ്റും നിൽക്കുന്നവരെയെല്ലാം കണ്ടതും ഏകദേശം തന്നെ ചോദ്യം ചെയ്യാനുള്ള പുറപ്പാടാണ് എന്ന് ഓർത്തുകൊണ്ട് ദക്ഷ അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അങ്ങനെ നിന്റെ പല കാമുകന്മാരും ഹോസ്പിറ്റലിൽ കിടന്നു വരും. പക്ഷേ ഇവിടെ നീ ഇപ്പോൾ നിന്നേ പറ്റൂ. ഇന്ദ്രൻ ദക്ഷയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ആളു, നീ എന്താ കണ്ടതെന്ന്. ദക്ഷയൊന്ന് നോക്കി വെറുപ്പോടെ ഭാമ പറയുമ്പോൾ ദക്ഷ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളെ നോക്കി. എന്താണ് മാളു ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഞാൻ കണ്ടതാ ഏട്ടത്തെയും ആ ദീപക് ഡോക്ടറും ചേർന്ന് സംസാരിക്കുന്നത്. ഏട്ടത്തി പറഞ്ഞിട്ടാണ് അയാൾ നിങ്ങളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് ആ കല്യാണ മണ്ഡപത്തിൽ എത്തിച്ചത്. കൂടാതെ മുത്തച്ഛൻ്റെ അരികിൽ ആ വാർത്ത എത്തിച്ചതും അയാൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായിരുന്നു. മാള് മുഖം ഉയർത്താതെ പറഞ്ഞു കേട്ടതും ദക്ഷ അവളുടെ മുഖത്തേക്ക് മാത്രം മിഴികൾ ഊന്നി നിന്നു. അതുകണ്ട് മാളു ഒന്ന് പകച്ചു പോയെങ്കിലും ദക്ഷനെ ഇവിടെ നിർത്തുന്നത് അവൾക്ക് നല്ലതാകില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം ദക്ഷ എല്ലാവരുടെ മുൻപിൽ കുറ്റക്കാരിയാക്കാൻ പറ്റുമോ അത്രയും ആക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഏട്ടത്തെയും ആ ദീപക് ഡോക്ടറും തമ്മിൽ അരുതാത്ത അടുപ്പുണ്ട്. ഇന്ന് ഉച്ചയ്ക്കയുടെ സംസാരമെല്ലാം ഞാൻ കേട്ടതാ. കൂടാതെ അയാളുടെ കൂടെ ഇന്നലെ വൈകുന്നേരം മുതലുണ്ടായിരുന്നു ഇവർ. അതും ഞാൻ കണ്ടതാ ഏട്ടാ. മാളു പറഞ്ഞു നിർത്തിയതും ഇന്ദ്രൻ ദക്ഷയെ തനിക്ക് മുൻപിലേക്ക് വലിച്ചു നിർത്തിക്കൊണ്ട് അവളെ കവളിൽ ആഞ്ഞടിക്കാൻ കൈകൾ ഉയർത്തി. പക്ഷെ അതിനു മുൻപ് ദക്ഷ അവൻ്റെ കൈ പിടിച്ചു വെച്ചു. ആരുടെയെങ്കിലും വാക്ക് കേട്ട് എൻ്റെ നേരെ വിരൽ ഉയർത്തിയാൽ പിന്നെയും നിൽക്കുന്നത് പഴമന്നൂർ കൊട്ടാരത്തിലെ ഇന്ദ്രദത്ത് കാശ്യപനാണെന്ന കാര്യം ഞാനങ്ങ് മറക്കും. ഇവളുടെ സ്വഭാവം എൻ്റെ മേലെ കെട്ടിവയ്ക്കാൻ നോക്കിയാൽ അത് സമ്മതിച്ച് തന്ന് തല താഴ്ത്തി നിൽക്കാൻ എന്നെ കിട്ടില്ല. മാളുവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് വീരോടെ ദക്ഷ പറയുമ്പോൾ മാളു മുഖം പൊത്തി കരഞ്ഞിരുന്നു. ഏട്ടാ, ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ? മാളു മുഖമുയർത്തി കരഞ്ഞു പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. നിന്നെ എനിക്കറിയാം മോളെ. ഇവളെപ്പോലെ അഴിഞ്ഞടി നടക്കുകയല്ല നീ. ഈ കൊട്ടാരത്തിൻ്റെ വില കളയുന്നതൊന്നും നീ ചെയ്യില്ലെന്ന് ഈ വീട്ടിലുള്ള ഓരോരുത്തർക്കും അറിയാം. മാളുവിനെ ചേർത്ത് പിടിച്ച് ഇന്ദ്രൻ പറഞ്ഞു കേട്ടതും അവളെ തല കുനിഞ്ഞു പോവുകയാണ് ചെയ്തത്. എങ്കിലും എല്ലാവരുടെ മുൻപിലും തെറ്റുകാരിയായി നിൽക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ദക്ഷവൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞു. തീർത്ത മാളുവിനെ പിടിച്ചേ. ഭാമയുടെ അരികിൽ നിന്ന് മാറി ഇതൊക്കെ നോക്കുന്ന തീർത്തിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും അവൾ തല കുലുക്കിക്കൊണ്ട് മാളുവിനെ അവൾക്കരികിലേക്ക് പിടിച്ചു നിർത്തി. വന്നല്ലോ നിന്റെ താന്ത. ഇങ്ങനെയാണോ മോളെ വളർത്തുന്നത് എന്ന് ഞാൻ അയാളോടൊന്ന് ചോദിക്കട്ടെ. അവിടേക്ക് കൊണ്ട് നിർത്തിയ ദക്ഷയുടെ അച്ഛൻ്റെ കാർ കണ്ടതും ഇന്ദ്രൻ ഒരു പൊച്ചത്തോടെ പറഞ്ഞുകൊണ്ട് അയാൾ ഇറങ്ങുന്ന നോക്കി നിന്നു. മോളെ. ഉടുത്തിരുന്ന സാരി മുഴുവനും ബ്ലഡും അവളുടെ പാറിപ്പറന്ന മുടിയിഴകളും പൊട്ടിയ ചുണ്ടും അവശത നിറഞ്ഞ നിൽപ്പും കാണി പ്രഭാകർ വേഗത്തിൽ വന്നവളെ നെഞ്ചിലേക്ക് ചേർത്തു. അക്ഷയ് അവൻ. പ്രഭാകരനെ കണ്ടതും അയാളുടെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ടവൾ വിതുമ്പിയതും അതറിഞ്ഞതുപോലെ അവളുടെ പുറത്ത് തട്ടി പതിയെ സമാധാനിപ്പിച്ചു അയാൾ. ഇവിടെ ഇത്രയൊക്കെ നടന്നിട്ടും അവൾക്കിപ്പോഴും കാമുകൻ്റെ ചിന്തയാണ്. അതിന് മാത്രം നിന്നെ അവൻ സുഖിപ്പിച്ചിട്ടുണ്ടോ? ദക്ഷയുടെ പരിഹാസത്തോടെ ഇന്ദ്രൻ ചോദിക്കുമ്പോൾ പ്രഭാകരൻ്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി ഇന്ദ്രനെ പകയോടെ നോക്കിയവൾ. എന്താടി നിനക്ക് ഞാൻ പറഞ്ഞത് പിടിച്ചില്ലേ? ഇന്ദ്രൻ പുച്ഛത്തോടെ ചോദിക്കുമ്പോൾ വെറുപ്പോടെ മുഖം തിരിച്ചവൾ. എന്നെ നോക്കുമ്പോൾ മാത്രം എന്തിനാ നിന്റെ മുഖത്ത് ഇത്ര വെറുപ്പ്? ബാക്കി എല്ലാവരെയും സുഖിപ്പിച്ച് നടക്കാൻ അറിയാലോ നിനക്ക്. ദക്ഷയുടെ മുഖത്ത് വെറുപ്പ് കാണാൻ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവളെ കവളിൽ കുത്തിപ്പിടിച്ചവൻ. സൂക്ഷിച്ച് സംസാരിക്കണം ഇന്ദ്ര. ഒന്നുമില്ലെങ്കിലും നിന്റെ താലിയാണ് ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത്. എന്താ സംഭവിച്ചെന്ന് സ്വസ്ഥമായി ദക്ഷയോട് ചോദിച്ചറിയേണ്ടതിന് പകരം ഇങ്ങനെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുകയല്ല വേണ്ടത്. ലാസ്റ്റ് പറഞ്ഞു പോയതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് വരില്ല. ഇന്ദ്രൻ്റെ കൈകൾ ദക്ഷയിൽ നിന്ന് തട്ടി എറിഞ്ഞുകൊണ്ട് പ്രഭാകർ പറഞ്ഞു കേട്ടതും അവൻ്റെ കണ്ണുകൾ ചെന്നിരുന്നത് ദക്ഷയുടെ നെഞ്ചിലായി പറ്റിച്ചേർന്ന് കിടക്കുന്ന അവൻ കെട്ടിയ താലിയിലായിരുന്നു. അത് കണ്ടതേ ഇന്ദ്രൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛം വിരിഞ്ഞു. ഞാൻ കെട്ടിയ താലി, അതിനൊരു വില ഇവൾ കൊടുത്തിരുന്നുവെങ്കിൽ ഇത് മിട്ടുകൊണ്ട് കണ്ടവന്മാരുടെ കൂടെ കിടന്നിട്ട് വരുമോ? അവന്മാരുടെ ആവേശം അത്രയും ഇവളുടെ ചുണ്ടിൽ അറിയാനുണ്ടല്ലോ. ദക്ഷയുടെ മുറിഞ്ഞ് ചോര കല്ലിച്ച് കിടക്കുന്ന ചുണ്ടിലേക്ക് നോക്കി അറപ്പോടെ ഇന്ദ്രൻ മുഖം തിരിക്കുമ്പോൾ തീർത്തിയുടെ മുഖമൊന്ന് തെളിഞ്ഞു. ബാക്കി കാണാനായി ആവേശത്തോടെ നോക്കി നിന്നവൾ. മാളു പറഞ്ഞതെല്ലാം കേട്ട് തീർത്തവരെ ഞെട്ടിപ്പോയിരുന്നു.
ദക്ഷ അങ്ങനെ ഒരാളാണെന്ന് അവൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്കിലും പറഞ്ഞത് മാളുവായതുകൊണ്ട് വിശ്വസിക്കാതെ തരമില്ല. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ദക്ഷയുടെ വെറുപ്പാണ്. അത് ചെറിയ സന്തോഷമൊന്നുമില്ല തീർത്തേക്ക് കൊടുത്തത്. നീ കണ്ടോ എൻ്റെ മകൾ പോയത്? ഇന്ദ്രൻ്റെ കണ്ണം നോക്കിയെന്ന് പൊട്ടിച്ചുകൊണ്ട് പ്രഭാകർ ദേഷ്യത്തിൽ ചോദിച്ചതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. തന്തയുടെ പ്രായമായിപ്പോയി, അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ തിരിച്ചു തല്ലുന്നില്ല. ഇന്ദ്രൻ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു കേട്ടതും പ്രഭാകർ ദേഷ്യത്തോടെ അവനെ നോക്കി. ഞാൻ പറഞ്ഞ തെറ്റായിരുന്നുവെങ്കിൽ ഇവൾ അതിനെല്ലാം എതിർക്കാത്തത് എന്താ? കണ്ടില്ലേ കല്ല് പോലെ നിൽക്കുന്നത്? ദക്ഷയുടെ കല്ലിച്ച ഭാവം കാണി ഇന്ദ്രൻ ദക്ഷയെ നോക്കി നിന്നുകൊണ്ട് ചീറി. പക്ഷെ അവനെ നോക്കുക പോലും ചെയ്തില്ല അവൾ. ഇന്ദ്ര, വർമ്മ ഗൗരവത്തിൽ വിളിച്ചതും അവൻ അയാളെ ചോദ്യത്തോടെ നോക്കി. ഇനി ഇവിടെ വെച്ച് ഇവളുടെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കണം ഇന്ദ്ര. പേരുകേട്ട കുടുംബമാണിത്. ഇവിടെ ഇതുപോലെ നടക്കുന്നവളൊന്നും കാലുകുത്താൻ പോലും പാടില്ല. പരദേവതകൾ ക്ഷമിക്കില്ലത്. വർമ്മ ഗൗരവത്തിൽ ദക്ഷയെ നോക്കി പറഞ്ഞതും ഇന്ദ്രനൊന്ന് മോളി. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ദക്ഷയ്ക്ക് മുന്നിൽ കയറി നിന്നു ഇന്ദ്രൻ. ഇല്ല. ഒട്ടും പതറാതെ ദക്ഷ പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ പല്ലുകൾ അമർത്തി ഞെരിച്ചു. അവളുടെ കഴുത്തിലെ താലിയിലേക്ക് ഇന്ദ്രൻ്റെ കൈകൾ നീണ്ടിട്ടും അനങ്ങാതെ നിന്നവൾ. ഇത് കെട്ടി ഈ കൊട്ടാരത്തിൽ കയറി ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം മടക്കി ഭരിക്കാൻ നീയും നിന്റെ മറ്റവൻ ദീപക്കും കൂടെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ അറിയുമെന്ന് നീ കരുതിയില്ല അല്ലേ? ഇന്ദ്രൻ ചോദിക്കുന്നതെല്ലാം അലസമായി കേട്ടു നിന്നതേയുള്ളൂ ദക്ഷ. അവൾക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് പോയാൽ മതിയെന്നായിരുന്നു. അക്ഷയുടെ വിവരം അറിയണം. ബോധം വരുമ്പോൾ അവനെ കാണും, അല്ലെങ്കിൽ ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല. ദക്ഷയുടെ ചിന്തകളിൽ അക്ഷയ് മാത്രം നിറഞ്ഞു നിന്നു. ഹോസ്പിറ്റലിലെത്തി ഡോക്ടറിനോട് അക്ഷയുടെ വിവരങ്ങൾ ചോദിച്ചിറങ്ങുമ്പോൾ ചുവർ ചാരി നിറഞ്ഞ കണ്ണോടെ നിൽക്കുന്ന വൈദേഹിയെ വേദനയോടെ നോക്കി വീരസിംഹ. അയാളുടെ ജീവനാണ് അയാളുടെ കുടുംബം. അതിലൊന്നാണ് അകത്തെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുന്നത്. വൈദേഹിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അയാൾ അവിടെ നിന്നു. എൻ്റെ മോൻ ആഷി, അവൻ്റെ കാര്യം എന്താ ഡോക്ടർ പറഞ്ഞത്? കണ്ണുനീർ തുടച്ച് നീക്കിക്കൊണ്ട് വൈദേഹി വീരസിംഹയുടെ അരികിൽ വെപ്രാളത്തോടെ എത്തിക്കൊണ്ട് കരച്ചിലോടെ ചോദിച്ചു. കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഡോക്ടർ. അതും പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചു അയാൾ. അയാളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. മോളെ വിളിച്ചിട്ട് കിട്ടിയോ? അവളല്ലേ ആഷിയുടെ കാര്യം വിളിച്ചു പറഞ്ഞത്? എന്നിട്ട് നമ്മൾ വന്നപ്പോൾ ഇവിടെ കണ്ടില്ലല്ലോ. വൈദേഹി കണ്ണുകൾ തുടച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അയാളുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ഫ്രഷ് ആകാൻ പോയി കാണും. നീ നിനക്ക് അറിയാതെ വന്നി ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. രാത്രി മുഴുവനും ഒന്ന് ഉറങ്ങുക പോലും ചെയ്യാതെ ഇരിക്കുമല്ലേ നീ? എന്തെങ്കിലും അസുഖം വരും വാ. വൈദേഹിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീരസിംഹ അവരെടുത്ത റൂമിലേക്ക് നടന്നു. അവൻ എവിടെ ഏട്ടാ? വൈദേഹി സംശയത്തോടെ ചോദിച്ചു. വരും. അത്രമാത്രം ഗൗരവത്തിൽ പറഞ്ഞ് ആ സംസാരം അവിടെ അവസാനിപ്പിച്ചു അയാൾ. എൻ്റെ തീരുമാനം എന്താണെന്നറിയാൻ ഇവിടെ എല്ലാവർക്കും ആകാംക്ഷ കാണും. തൻ്റെ വീട്ടുകാരെ നോക്കി ഇന്ദ്രൻ പറയുമ്പോൾ സിദ്ധു അവനെ തന്നെ നോക്കി നിന്നു. അത്രമേൽ ആഗ്രഹിച്ചവൻ സ്വന്തമാക്കിയതാണ് ദക്ഷയെ. അതാരേക്കാളും നന്നായി സിദ്ധുവിനറിയാം. ഒരു പക്ഷേ ഇപ്പോഴും അത് ഇന്ദ്രന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. അവളുടെ കല്യാണം ഉറപ്പിച്ചെന്നറിഞ്ഞത് മുതൽ ഇന്ദ്രൻ്റെ പ്രവൃത്തി കണ്ടതൊക്കെ സിദ്ധുവാണല്ലോ. ദക്ഷയുടെ വല്ലാത്തൊരു മോഹമാണ് ഇന്ദ്രന് എന്നവനറിയാം. അതുകൊണ്ട് തന്നെ അവളെ തന്നിൽ നിന്നും അകറ്റില്ല അവൻ. അതിപ്പോൾ ദക്ഷ എന്ത് തെറ്റ് ചെയ്താലും. എന്നാലും മാളു പറഞ്ഞതൊക്കെ ആലോചിക്കുമ്പോൾ ദക്ഷയെ നോക്കാൻ പോലും അറപ്പ് തോന്നുന്നു അവനും. ഇന്ദ്രൻ ആഗ്രഹിച്ച് കിട്ടിയത് തന്നെയാണ് ഇവളുടെ കഴുത്തിൽ കിടന്നാടുന്ന ഈ താലി. ഇന്ദ്രൻ മോഹിച്ചില്ലെങ്കിൽ ഇത് ഇവളുടെ കഴുത്തിൽ ഇങ്ങനെ കിടക്കില്ലായിരുന്നു. പറഞ്ഞുകൊണ്ടൊന്ന് നിർത്തി ഇന്ദ്രൻ. അവൻ്റെ വാക്കുകൾ ഒരു പേടിയോടെയാണ് മാളു കേട്ടത്. ഇനിയിപ്പോൾ ഏട്ടത്തെ ഇവിടെ നിന്നും പറഞ്ഞു വിടില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? മാളു ടെൻഷനോടെ നഖം കടിച്ചു. ഇന്ദ്രൻ പോക്കറ്റിൽ നിന്നൊരു എൻവലപ്പ് എടുത്ത് ദക്ഷയ്ക്ക് നേരെ നീട്ടി. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. ദക്ഷ അത് കൈനീട്ടി വാങ്ങുന്നില്ലെന്ന് കണ്ട് പ്രഭാകർ ഒരു സംശയത്തിൽ അത് വാങ്ങി തുറന്നു നോക്കി. പിന്നൊരു ദീർഘശ്വാസത്തോടെ അത് മടക്കി വെച്ചു. അതിലെന്താണെന്നറിയാൻ എല്ലാവരും ഇന്നെ ഉറ്റുനോക്കി. അപ്പോൾ അമ്മായിസിന് കാര്യം മനസ്സിലായല്ലോ അല്ലേ? ദക്ഷാഗ്നി എന്ന ഇവളുടെ ജോലി എൻ്റെ ഹോസ്പിറ്റലിന് ഇനി വേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ഇന്ദ്രൻ പറഞ്ഞത് കേൾക്കെ ചുറ്റും കൂടിയ എല്ലാവരുടെയും മുഖമൊന്ന് വിടർന്നു. സിദ്ധു പക്ഷെ അവനെ സംശയത്തിൽ നോക്കി നിന്നു. ഇനിയിപ്പോൾ ഇതിനെ കൂടെ ഒരു തീരുമാനമുണ്ടാക്കണം. ദക്ഷയുടെ കഴുത്തിലെ താലിയിൽ ഇന്ദ്രൻ്റെ പിടി വീണിട്ടും ദക്ഷ അവിടുന്ന് അണുവിട അനങ്ങിയില്ല. അത് നോക്കി മുറുകിയ മുഖത്തോടെ ഇന്ദ്രൻ ശ്രദ്ധയോടെ ആ താലി അവളുടെ കഴുത്തിൽ നിന്നും വേർപെടുത്തിയെടുത്തു. സന്തോഷം കൊണ്ട് തുള്ളിച്ചടം തോന്നിപ്പോയി തീർത്തയ്ക്ക്. മാളുവിന് ആ കാഴ്ച ചെറിയ വേദന നിറച്ചുവെങ്കിലും കൂടുതലും സമാധാനം തന്നെയായിരുന്നു. ഇത് ഞാൻ വലിച്ചു പൊട്ടിക്കാതെ ഇങ്ങനെ ശ്രദ്ധയോടെ അഴിച്ചെടുത്തത് എന്തിനാണെന്ന് നീ ചിലപ്പോൾ ചിന്തിക്കും. ദക്ഷയുടെ വികാരങ്ങളൊന്നുമില്ലാത്ത മുഖത്തേക്ക് ഇന്ദ്രൻ ഉറ്റുനോക്കി.
ഈ താലി പൊട്ടിക്കുമ്പോൾ അവൾ എതിർക്കുമെന്നും കരഞ്ഞ് തൻ്റെ കാല് പിടിക്കുമെന്നും കരുതിയ അവൻ്റെ മുഖം മാറാൻ അവളുടെ അഭാവം തന്നെ ധാരാളമായിരുന്നു. തീർത്ഥ. അത് കാണാൻ ദേഷ്യത്തിൽ ഇന്ദ്രൻ തിരിഞ്ഞു നോക്കി വിളിച്ചതും സംശയത്തോടെ തീർത്ഥ അവൻ്റെ അരികിലേക്ക് വന്നു. ഇത്രയും ദിവസം ഇത് കിടന്നത് അർഹതയില്ലാത്ത ആളുടെ കഴുത്തിലായിരുന്നു എന്നൊരു കുറവൊഴിച്ചാൽ ഈ പഴമന്നൂർ കൊട്ടാരത്തിലെ അനന്തരാവകാശിയായ ഇന്ദ്രൻ്റെ താലിയെന്ന് വിലമതിക്കാനാകാത്ത അവകാശമുണ്ട് ഇതിൽ. തീർത്ഥയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ആ താലി അവൾക്ക് മുന്നിൽ നീട്ടി ഇന്ദ്രൻ പറഞ്ഞത് കേട്ടതും തീർത്ഥ വിടർന്ന കണ്ണോടെ അവനെ നോക്കി. അവളെ നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ ആ താലി തീർത്ഥയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുമ്പോൾ കുടുംബക്കാരടക്കം എല്ലാവരും ഞെട്ടലോടെ നിന്നു. ഇന്ദ്ര. കഴുത്തിൽ കിടക്കുന്ന ഇന്ദ്രദത്തെന്ന് എഴുതിയ താലി നോക്കി ഞെട്ടലോടെ തീർത്ഥ മുഖമുയർത്തുമ്പോൾ ഇന്ദ്രൻ അവളെ തോളിൽ പിടിച്ചുകൊണ്ട് ദക്ഷയ്ക്ക് നേരെ തിരിഞ്ഞു. നിനക്കിത് കാണുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നുന്നുണ്ട് അല്ലേ? നിന്റെ എന്ന് പറഞ്ഞ് കുറച്ചുനാൾ ഇട്ടുകൊണ്ട് നടന്നതല്ലേ? തല ഉയർത്തിപ്പിടിച്ച് കൊട്ടാരത്തിൽ കഴിഞ്ഞത് ഇതിൻ്റെ അവകാശത്തിലല്ലേ? തീർത്ഥയുടെ കഴുത്തിലെ താലി ഉയർത്തി ഇന്ദ്രൻ ചോദിക്കുമ്പോൾ ഒരു ദീർഘശ്വാസം എടുത്ത് കണ്ണുകൾ അടച്ചു തുറന്നു ദക്ഷ. താങ്ക്സ്. ഈ കുരുക്ക് കെട്ടിയതുപോലെ അഴിച്ചെടുത്തതിന്. ദക്ഷയുടെ പതറാത്ത വാക്കുകൾ വീണ്ടും ഇന്ദ്രൻ അവൾക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് തോന്നിപ്പോയി അവന്. ഇനിയിപ്പോൾ നിനക്കിവിടെ സ്ഥാനമില്ല ദക്ഷ. ഇവിടെയും എൻ്റെ ഹോസ്പിറ്റലും ഒന്നും ഞാനായിട്ട് നിന്നെ ഇവിടെ വിളിച്ചു കയറ്റിയിട്ടില്ല. പക്ഷേ ഈ പടി കടത്തി വിടുന്നത് ഞാനായിരിക്കും. പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ദക്ഷയുടെ കൈകളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മുന്നിലേക്ക് തള്ളി. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൾക്ക് ബാലൻസ് കിട്ടിയില്ല. മോളെ. പ്രഭാകർ ഞെട്ടലോടെ അവളെ വിളിച്ചുകൊണ്ട് തിരിഞ്ഞതും ആരുടെയോ നെഞ്ചിൽ ഊക്കോടെ വീണുപോയവൾ. ആ നെഞ്ചിൽ അമർന്നു പോയ അവളുടെ മുഖത്ത് പകപ്പ് നിറഞ്ഞത് നിമിഷ നേരം കൊണ്ടാണ്. വിയർപ്പിൽ മുങ്ങിയ തൊണ്ടക്കുഴിയിൽ നിന്ന് ഉമ്മിനീർ താഴേക്കൊഴുകുമ്പോൾ തൊണ്ട വല്ലാതെ വരണ്ടതുപോലെ തോന്നി അവൾക്ക്. മുന്നിൽ നിൽക്കുന്ന ആളെ മുഖമുയർത്തി നോക്കാൻ പോലും പറ്റാതെ കുഴഞ്ഞു പോയവൾ. ചുവന്ന് കലങ്ങിയ കണ്ണുകൾ ആരെങ്കിലും കാണുമോ എന്ന് ആദ്യമായി അവൾ ഭയപ്പെട്ടു പോയി. തൻ്റെ ഇടുപ്പിൽ അമർന്നു പോയ ആ ഉറച്ച കൈകൾക്ക് വല്ലാത്ത ശക്തി പോലെ. ദക്ഷ തളർന്നതുപോലെ ആ നെഞ്ചിൽ നെറ്റി മുട്ടിച്ചു പോയി. ദക്ഷയിൽ നിന്നുള്ള പിടിവിടാതെ തന്നെ നെറ്റിലേക്ക് പാറി വീണ അവൻ്റെ മുടി ഇടത് കൈയുടെ പെരുവിരൽ കൊണ്ടുവന്ന് അവൻ ഒതുക്കി വെച്ചുകൊണ്ട് മുന്നിലേക്ക് നോക്കി. അവൻ്റെ ചുവപ്പ് രാശി തീർത്ത തീഷ്ണത നിറഞ്ഞ കണ്ണുകളിൽ ഒരു വേള കുടുങ്ങിക്കിടന്നു പോയി തീർത്തയും മാളുമൊക്കെ. തലമുടി മാറ്റാൻ കൈ ഉയർത്തുമ്പോൾ തൂങ്ങിയാടുന്ന രുദ്രാക്ഷം കെട്ടിയ സ്വർണ്ണ കൈ ചെയിൻ ആ രോമം നിറഞ്ഞ കയ്യിൽ തൂങ്ങിയാടുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു അഴക്. ദക്ഷയെ തന്നിൽ നിന്നും പിടിച്ചു മാറ്റിക്കൊണ്ട് ഇന്ദ്രൻ്റെ നെഞ്ചിൽ കാലുകൾ ഉയർത്തി ആഞ്ഞു ചവിട്ടി. വലതുകാൽ താഴെ ഉറപ്പിച്ചുകൊണ്ട് ഷർട്ടിൻ്റെ കൈ മുകളിലേക്ക് വലിച്ചു വെച്ചവൻ നെഞ്ചിൽ ഒഴിഞ്ഞുകൊണ്ട് പകപ്പോടെ താഴെ മണ്ണിൽ വീണ് കിടക്കുന്ന ഇന്ദ്രനെ സിധു പതി പിടിച്ചെഴുന്നേൽപ്പിച്ചു. സഹസ്രബ്രഹ്മ. സഹസ്രബ്രഹ്മ വീരസിംഹ. ഇന്ദ്രനും സിദ്ധുവും തീർത്ഥയും എല്ലാം അമ്പലപ്പോടെ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി പതിയെ പറയുമ്പോൾ ആ പേര് തൻ്റെ ചെവിയിലൂടെ നെഞ്ചിൽ പോയി തറച്ചെന്ന് തോന്നിപ്പോയി ദക്ഷയ്ക്ക്. സഹസ്രബ്രഹ്മ. വർമ്മയും ആ പേര് പറഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒത്തിരി പുരുഷനെ കണ്ണിമ മായ്ക്കാതെ നോക്കി നിന്നു പോയി. അവൻ്റെ തീഷ്ണത നിറഞ്ഞ മിഴികൾ തന്നെ ഒരു ഇടുപ്പാണെന്ന് തോന്നി അയാൾക്ക്. മോളെ. അപ്പോഴും തറഞ്ഞു നിൽക്കുന്ന ദക്ഷയെ പ്രഭാകർ വന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ വിളിച്ചു. അത് കേട്ടതും കണ്ണുകളൊന്ന് അടച്ചു തുറന്നവൾ കണ്ണിലെ ഭാവങ്ങൾ ഒളിപ്പിക്കാൻ എന്നതുപോലെ. സഹസ്ര. മോൻ ഹോസ്പിറ്റലിൽ വന്നതാകും. പിന്നെന്താ ഈ ഒരവസ്ഥയിൽ ഇങ്ങോട്ട്? മുന്നിൽ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖവുമായി മുന്നോട്ട് നടക്കുന്ന സഹസ്രയെ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ പ്രഭാകർ ചോദിക്കുമ്പോൾ ദക്ഷയ്ക്ക് അറിയാമായിരുന്നു അക്ഷയ്ക്ക് നടന്നത് എന്തെന്നുള്ളത് അടിവേരടക്കം ചൂഴ്ന്നെഴുതിയിട്ടാണ് ഇങ്ങോട്ടുള്ള വരവെന്ന്. അല്ലെങ്കിൽ എന്നും അങ്ങനെയാണല്ലോ അനിയനെ ജീവനെപ്പോൾ കാണുന്ന ഏട്ടൻ. വീരസിംഹ റെഡ്ഡിയുടെ തലയെടുപ്പും തൻ്റെ ഇടവും വൈദേഹിയുടെ വശ്യ സൗന്ദര്യം അതുപോലെ പകർന്നു കിട്ടിയ അവരുടെ ആദ്യത്തെ പുത്രൻ സഹസ്രബ്രഹ്മ വീരസിംഹ റെഡ്ഡി. VR ഗ്രൂപ്പ് അടക്കി ഭരിക്കുന്ന ബുദ്ധിരാക്ഷസൻ. വീരസിംഹയുടെ പരമ്പര കാത്തു സൂക്ഷിക്കേണ്ട അടുത്ത അനന്തരാവകാശി. സാർ. എന്താ ഇത്? അമ്പലപ്പോടെ സിദ്ധുവിൻ്റെ കയ്യിൽ പിടിച്ചെഴുന്നേറ്റുകൊണ്ട് ഇന്ദ്രൻ സഹസ്രയോട് ചോദിച്ചതിന് അവൻ തിരിഞ്ഞ് തൻ്റെ കാറിലേക്ക് നോക്കി. അതിൽ നിന്ന് ഡ്രൈവർ പുറത്തിറങ്ങിയതും ഇന്ദ്രൻ്റെ വാക്കിനെ ഗവനിക്കാതെ കണ്ണുകൾ കൊണ്ട് അയാൾ അരികിലേക്ക് വിളിച്ചു അവൻ. അയാൾ ബഹുമാനത്തോടെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പ് സഹസ്രയ്ക്കും കൈമാറിക്കൊണ്ട് സഹസ്രയിൽ മാത്രം ദൃഷ്ടി ഊന്നി നിൽക്കുന്ന മാളവിനെ അവന് കാട്ടിക്കൊടുത്തു. പിന്നെ തിരികെ കാറിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. അകത്തേക്കൊന്ന് സംസാരിക്കാം. വർമ്മ ആദരവോടെ സഹസ്രയ്ക്ക് നേരെ വന്നുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ പുച്ഛത്തോടെ അയാളെ ഒന്ന് നോക്കി. വേണ്ട, ഇവിടെയാണ് പലതിനും സുഖം. മാളവിൽ ദൃഷ്ടി ഊന്നി അവൻ ഗൗരവം നിറഞ്ഞ് പരുക്കൻ ശബ്ദത്തിൽ പറയവേ അയാൾ മെല്ലെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്കെല്ലാം
ഇതൊന്ന് കാണിച്ചുകൊണ്ട് ബാക്കി സംസാരിക്കാമെന്ന് കരുതുന്നു. എല്ലാവർക്കും കാണാൻ പാകത്തിന് ഞാനിത് ഇവിടെ വയ്ക്കുവാണ്. പറഞ്ഞുകൊണ്ട് അല്പം മുന്നോട്ട് നീങ്ങി കയ്യിലെ ലാപ്ടോപ്പ് അരഭിത്തിയിൽ വെച്ചു സഹസ്ര. പിന്നെ അതിലെ വീഡിയോ ഓൺ ആക്കിക്കൊണ്ട് സൈഡിലേക്കൊന്ന് നീങ്ങി. നെഞ്ചിൽ അറിയുന്ന വേദനയോടെയും അമർഷത്തോടെയും ഇന്ദ്രൻ ആ ലാപ്പിൽ നോക്കുമ്പോൾ ദക്ഷ മാത്രം കണ്ണുകൾ മാറ്റി. അറിയാം അതിലെന്താകുമെന്ന്. ചുറ്റുമുള്ളവരുടെ നോട്ടമെല്ലാം മുന്നിലെ ആ കുഞ്ഞു സ്ക്രീനിലാകുമ്പോൾ അതിലെ വീഡിയോ തെളിച്ചത്തോടെ മുന്നിൽ തെളിഞ്ഞു. മാളുവിൻ്റെ കൊഞ്ചലും പൊട്ടിച്ചിരിയും കൂടെ അവളോടൊപ്പം മറ്റൊരു പയ്യനും ഉണ്ട്. ഇടയ്ക്കൊക്കെ അവനെ കണ്ടിട്ടുണ്ടെന്ന് ഞെട്ടിൽ നിൽക്കുമ്പോഴും ഇന്ദ്രൻ ഓർത്തു. പൊട്ടിച്ചിരികൾ മാറി അവിടെ പതിഞ്ഞ ചുംബനങ്ങളും അതിലാവേശവും നിറയുമ്പോൾ എല്ലാവരും പകപ്പോടെ നോക്കി നിന്നു. മാളുവിൻ്റെ ഡ്രസ്സുകൾ ഊരിയെറിയുന്ന ഭാഗം വന്നതും ഭാമിയുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. ദക്ഷയുടെ നോട്ടം മാളുവിൽ തന്നെ ഉറച്ചു നിന്നു. ആ വീഡിയോ അവൾ നോക്കുന്നതും പിന്നെ പതിയെ ആ മുഖത്ത് ഞെട്ടൽ നിറയുന്നതും വെപ്രാളത്തോടെ ചുറ്റും നോക്കുന്നതുമെല്ലാം വല്ലാത്തൊരു സംതൃപ്തിയോടെ അവൾ നോക്കി നിന്നു. വേണ്ട, മുന്നിലുള്ള മകളുടെ കാമകേളികൾ കാണാൻ പറ്റാത്തതുപോലെ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് ചെവി രണ്ടും പൊത്തി നിന്ന് പോയി ഭാമ. ബാക്കി ആരും അതിലേക്ക് നോക്കുന്നില്ല. മാള് ജീവൻ നഷ്ടപ്പെട്ടതുപോലെ തകർന്നു നിൽക്കുന്നുണ്ട്. കൂടാതെ കണ്ണിൽ നിന്നും കണ്ണുനീർ നിർത്താതെ ഒഴുകുന്നുമുണ്ട്. സഹസ്ര എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ലാപ്ടോപ്പ് അടച്ചു വെച്ചു. ദക്ഷാഗ്നിയെ ദീപക് ഡോക്ടറിന് മുന്നിൽ എത്തിച്ചു കൊടുക്കാനുള്ള കാണാം. അത് ഈ വീഡിയോ പുറത്താരും കാണാതെ ഇരിക്കാനല്ലേ. തകർന്നു നിൽക്കുന്ന എല്ലാവരെയും നോക്കി മാളുവിൻ്റെ അരികിൽ വന്ന അവളെ തകർന്ന മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു സഹസ്ര. അതിന് മറുപടിയായിട്ട് ദയനീയമായി ഒന്ന് നോക്കി അവൾ. അതിന് ഫലമായി എൻ്റെ അനുജൻ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്നത് നിനക്കറിയാമോ? അവൻ്റെ മുഖത്ത് ഗൗരവം തന്നെയാണ്. അക്ഷയ്, അറിയാമായിരിക്കുമല്ലോ. സഹസ്ര പറയുമ്പോൾ നന്നായി തന്നെ ഒന്ന് ഞെട്ടിപ്പോയി മാളു. ഞാൻ അറിയാതെ എന്നെ അയാൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ വേറെ വഴിയില്ലാത്തോണ്ടാണ് ഞാൻ. മാളു വിറയിലോടെ പറഞ്ഞു തീർന്നതും അവൻ്റെ കൈകൾ ഊക്കോടെ മാളുവിൻ്റെ കവളിൽ പതിഞ്ഞു. അവൻ്റെ ഉരുക്ക് പോലുള്ള ബലമുള്ള കൈയുടെ കരുത്ത് താങ്ങാൻ വയ്യാതെ താഴേക്ക് വീണുപോയി മാളു. അവിടെ നിന്നവളെ തലമുടിയിൽ കൂട്ടിപ്പിടിച്ച് വലിച്ചുയർത്തിയവൻ. ആ മുഖത്തിപ്പോൾ തികച്ചും വ്യത്യസ്ത ഭാവം, ക്രൂരത നിറഞ്ഞ ഒരുതരം വന്യഭാവം. മാളു അവനെ പേടിയുടെ നോക്കിക്കൊണ്ട് പുറകിലേക്ക് പോകാൻ നിന്നതും അവൻ്റെ അടിയുടെ ശക്തി കൊണ്ട് വാ പോലും തുറക്കാൻ വയ്യവൾക്ക്. അതിന് കൂട്ടിക്കൊടുക്കണോടി. തലമുടിയിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സഹസ്ര ഒന്നലറിയതും വിറയിലൂടെ മാളു ഒന്ന് കിടുങ്ങിപ്പോയി. അവൻ്റെ ചുവന്ന കണ്ണിലെ നോട്ടം മതി കാണുന്നവർ പേടിച്ചു പോകാൻ എന്നവൾക്ക് തോന്നി. ഇന്ദ്രനും സിദ്ധുവും ഭാമിയും ഒക്കെ തകർന്നു നിൽക്കുമായിരുന്നു. അത് കാണേ ഒരു സംതൃപ്തി തോന്നി ദക്ഷയ്ക്ക്. അതവളുടെ മുഖത്തു നിന്ന് തന്നെ വായിക്കാൻ പറ്റും. നിനക്കിപ്പോൾ ഇത് മാത്രം തന്നുവിടുന്നത് എൻ്റെ കഴിവുകേടായിട്ട് കാണരുത് നീ. എൻ്റെ അക്ഷര ജീവൻ എന്തെങ്കിലും പറ്റിയാൽ വെച്ചേക്കില്ലെന്നതിന് ഞാൻ. നിന്നെ ഉണ്ടാക്കി വളർത്തി ഇതൊക്കെ ചെയ്തു കൂട്ടാൻ പ്രാപ്തരാക്കിയവർ ഉൾപ്പെടെ ഇതിനകത്തിട്ട് കത്തിച്ചു കളയും ഞാൻ. അറിയില്ല നിനക്കെന്നെ. മാളുവിൻ്റെ തലമുടിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ക്രോധത്തോടെ അവൻ മുരണ്ടുകൊണ്ട് അവളെ പിന്നിലേക്ക് തള്ളിയിട്ടിരുന്നു. ശക്തിയില്ലാതെ താഴെ വീണ മാളു അവിടെ തന്നെ കിടന്ന് പൊട്ടിക്കരഞ്ഞു പോയി. ചുറ്റും കൂടി നിൽക്കുന്ന ആരുടെയും മുഖത്ത് നോക്കാൻ അവൾക്കായില്ല. ഇവിടെ ഇവളെ കുറ്റക്കാരിയാക്കുന്ന പരിപാടിയായിരുന്നു നടന്നെന്നറിയാം. ഇനി അത് വേണ്ടല്ലോ. മകൾ ചെയ്തത് മുഴുവനും കണ്ടതല്ലേ, ബാക്കി കൂടെ അറിയണ്ടേ നിങ്ങൾക്ക്? ദക്ഷയെ ചൂണ്ടി സഹസ്ര പറയുമ്പോൾ എല്ലാവരും അവനെ ഉറ്റുനോക്കി. ഈ വീഡിയോ പുറത്താകുമെന്ന് പറഞ്ഞ് നിങ്ങളെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇവളെ ഭീഷണിപ്പെടുത്തി. അവന് പകരം വേണ്ടത് ഇവളെ. തൻ്റെ കാര്യത്തിൽ സ്വാർത്ഥത കാണിച്ചുകൊണ്ട് അവൻ്റെ മുന്നിലേക്ക് കൊണ്ടിട്ട് കൊടുത്തിവൾ. മാളുവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് സഹസ്ര പറഞ്ഞു കേട്ട് ഞെട്ടലോടെ ഇന്ദ്രൻ്റെ കണ്ണുകൾ ദക്ഷയ്ക്ക് നേരെ നീങ്ങി. പിന്നെ ഒഴിഞ്ഞുകിടക്കുന്ന അവളുടെ കഴുത്തിലേക്കും തൻ്റെ അടുത്ത് നിൽക്കുന്ന തീർത്ഥയുടെ കഴുത്തിൽ കിടക്കുന്ന താലി കാണി വല്ലാത്തൊരു പരവേശം നിറഞ്ഞു അവനിൽ. എന്നേക്കും ദക്ഷയെ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് അപ്പോഴാണ് അവന് ബോധ്യമായത്. ഉള്ളതുപോലെ പറയുന്നുണ്ടോ എല്ലാം? ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ആർക്കും വിശ്വാസമാകാത്ത പോലെ. താഴെ വീണ് കിടക്കുന്ന മാളുവിൻ്റെ തലമുടിയിൽ ഒന്നുകൂടെ സഹസ്രയുടെ കൈകൾ മുറുകി. അവളും കാമുകനുമായുള്ള വീഡിയോ ദീപക് ഡോക്ടറിൻ്റെ അടുത്തെത്തിയത് മുതൽ ദക്ഷയെ കള്ളം പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയതുവരെ മാളു പറഞ്ഞു നിർത്തി. എടി മഹാപാപി, നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ. മാളു കരച്ചിലോടെ പറഞ്ഞു കേട്ടതും ഭാമ അവളെ തലങ്ങും വിലങ്ങും തള്ളിക്കൊണ്ട് പാദം പറഞ്ഞു. ഇത്രയും വലിയൊരു കുടുംബം ഉണ്ടായിട്ടും അവിടുത്തെ പെൺകുട്ടിയെ നേർവഴിക്ക് നടത്താൻ അറിയാത്ത നിങ്ങളാണോ ഇവളുടെ അമ്മ? സഹസ്ര പരിഹാസത്തോടെ ചോദിക്കുമ്പോൾ നാണക്കേട് കൊണ്ട് ഭാമയുടെ തല താഴ്ന്നു പോയി. എല്ലാം അറിഞ്ഞും കേട്ടും കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോകുന്നു. എല്ലാവരെയും ഒന്ന് നോക്കി സഹസ്ര പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ എന്തോ ഓർത്തുന്നതുപോലെ അവൻ്റെ കയ്യിലൊന്ന് പിടിച്ചു ദക്ഷ. അവൻ്റെ ഗൗരവം നിറഞ്ഞ നോട്ടം കണ്ടതും ദക്ഷയുടെ ഉടലൊന്ന് വിറച്ചു പോയി. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ നിന്നവൾ. അക്ഷയ്,
പതിയെ അക്ഷയുടെ പേര് ദക്ഷ ചോദിക്കുമ്പോൾ സഹസ്രയുടെ കണ്ണുകളിൽ ചുവപ്പ് രാശി തെളിഞ്ഞു വന്നു. അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഒന്ന് കണ്ണുകൾ അടച്ചു തുറന്നു. ഒന്നും പറയാറായിട്ടില്ലെന്ന്. സഹസ്ര അവളിൽ നിന്ന് നോട്ടം മാറ്റി. അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വേദന അവളിലേക്കും പടർന്നു. വരുന്നുണ്ടോ നീ? പോകുന്നതിന് മുന്നേ സഹസ്ര ചോദിക്കുമ്പോൾ ദക്ഷ പതിയെന്ന് തല കുലുക്കി. അവളുടെ സാരിയിലെ ബ്ലഡ് കണ്ടവൻ്റെ ഹൃദയം ഒന്നും ഉറങ്ങിപ്പോയി. പോകുന്ന വഴിക്ക് ഡ്രസ്സ് വാങ്ങി മാറാം. അവളെ നോക്കി പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ കാറിലേക്ക് കയറി. കൂടെ പ്രഭാകരൻ എന്ന് നോക്കാനും മറന്നില്ല. അയാൾ തലകുലുക്കി നിറഞ്ഞ കണ്ണ് തുടയ്ക്കുമ്പോൾ അവളെ കാറിൽ കയറ്റി ആ ഡോർ അടച്ചിരുന്നു സഹസ്ര. ദക്ഷ. സഹസ്ര പിടിച്ചുകൊണ്ടുപോയ ദക്ഷയെ ഓർമ്മ വന്നതും ഇന്ദ്രൻ ഞെട്ടലോടെ അവളെ നോക്കി. അപ്പോഴേക്കും ആ കാർ അവിടെ നിന്നും അകന്നു തുടങ്ങിയിരുന്നു. ഇന്ദ്ര. ആ കാറിന് പിന്നാലെ ഒന്നും ആലോചിക്കാതെ ഓടാൻ നിന്ന ഇന്ദ്രനെ സിദ്ധു ഒരു വെപ്രാളത്തോടെ പിടിച്ചു വെച്ചു. സിധു. അവൾ. ദക്ഷ. അവൾ പോയത് കണ്ടില്ലേ നീ? എന്നേക്കും എനിക്ക് നഷ്ടമായതാണോ അവളെ? സിദ്ധുവിനെ ഷട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു കേട്ടതും തീർത്ത ഞെട്ടലോടെ അവനെ നോക്കി. പിന്നെ ഇന്ദ്രൻ കെട്ടിത്തന്ന താലിയിലേക്കും. എല്ലാത്തിനും കാണാം ഈ പുന്നാര മോള. അവളെ തെറ്റിന് എൻ്റെ പെണ്ണിൻ്റെ തലയിൽ കൊണ്ടുവച്ചു എല്ലാം. വെറും മണ്ണിൽ കിടന്ന് കരയുന്ന മാളുവിൻ്റെ അടുത്തേക്ക് ഓടി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ചു ഇന്ദ്രൻ. പറയടി, നിനക്ക് എന്ത് കിട്ടി? ഇതുപോലെ കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്നെക്കൊണ്ട് അവളെ താലി അറപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? സഹസ്രയുടെ അടിയിൽ അവശയായി നിന്ന മാളും നിറഞ്ഞ കണ്ണോടെ ദയനീയമായി അവനെ നോക്കി. പക്ഷെ അത് കണ്ടിട്ടുമൊന്നും ഇന്ദ്രൻ്റെ മനസ്സ് അലിഞ്ഞില്ല. തൻ്റെ കൈവിട്ടു പോയ ദക്ഷയായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. ഇന്ദ്ര, എന്തേത്? നിനക്ക് ദക്ഷയായിരുന്നു ഇഷ്ടമെങ്കിൽ എന്തിനു വേണ്ടിയാ എല്ലാവരുടെ മുന്നിൽ എന്നെ ഇങ്ങനെ കോമാളിയാക്കിയത്? ദേഷ്യത്തിൽ നിറഞ്ഞ കണ്ണോട് തീർത്ത ഇന്ദ്രനെ തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് ചോദിച്ചു കേട്ടതും ഇന്ദ്രൻ അവൾ ഉയർത്തിപ്പിടിച്ച് താലിലേക്ക് നോക്കി വിറങ്ങലിച്ചു നിന്നു. പറ ഇന്ദ്ര, നിന്നെ പ്രാണനെ പോലെ പ്രണയിക്കുന്ന എന്നിങ്ങനെ വേദനിപ്പിക്കുന്നത് എന്തിനാ? ഇന്ദ്രൻ്റെ നെഞ്ചിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് കണ്ണുനീരോടെ തീർത്ത ചോദിക്കുമ്പോൾ ശ്വാസം എടുക്കാൻ പാടുപെട്ടു പോയി ഇന്ദ്രൻ. തീർത്ത? സിദ്ധുവും ആകെ തകർന്നു പോയിരുന്നു ആ വെളിപ്പെടുത്തൽ. ഒന്നും ഒളിച്ചു വയ്ക്കാത്ത 3 കൂട്ടുകാർ. പക്ഷെ സിദ്ധു കണ്ണുകൾ അമർത്തി അടച്ചു. തങ്ങളുടെ തകർച്ചയുടെ ആദ്യ പടിയാണ് ദക്ഷ ഇവിടുന്ന് പോയതെന്ന് തോന്നി അവന്.